ومنهم من يستمع إليك وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن يروا كل آية لا يؤمنوا بها حتى إذا جاءوك يجادلونك يقول الذين كفروا إن هذا إلا أساطير الأولين. നിന്റെ വചനങ്ങൾ ചെവികൊടുത്ത് കേൾക്കുന്ന ചിലരും അക്കൂട്ടത്തിലുണ്ട്. പക്ഷേ നാം അവരുടെ ഹൃദയങ്ങളിൽ മൂടുപടമിട്ടിരിക്കുന്നു. തന്നിമിത്തം അവരത് ഗ്രഹിക്കുന്നില്ല. നാം അവരുടെ ചെവികളിൽ അടപ്പിടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ എല്ലാം കേട്ടാലും ഒന്നും മനസ്സിൽ തട്ടുകയില്ല. ഏത് ദൃഷ്ടാന്തം കണ്ടാലും വിശ്വസിക്കുകയുമില്ല. എത്രത്തോളമെന്നാൽ അവർ നിന്നെ സമീപിച്ച് തർക്കിക്കുകയാണെങ്കിൽ അവരിൽ നിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളവർ എല്ലാ ന്യായവും കേട്ടുകഴിഞ്ഞ ശേഷവും ഇത് പൂർവികരുടെ ഇതിഹാസങ്ങളല്ലാതൊന്നുമല്ല എന്നു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സംഗതി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രകൃതി നിയമത്തിന് വിധേയമായി ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു തന്നിലേക്ക് ചേർത്തു പറയുക പതിവാണ്. പ്രകൃതി നിയമം ദൈവനിർമ്മിതമാണെന്നതത്രേ അതിനുള്ള കാരണം. ആ നിയമപ്രകാരം പ്രകടമാകുന്ന ഫലങ്ങളാകട്ടെ അവന്റെ ഇച്ഛയോടും അനുവാദത്തോടും കൂടിയാണ് പ്രകടമാകുന്നത്. ഷാഠ്യബുദ്ധികളായ സത്യനിഷേധികൾ എല്ലാം കേട്ടിട്ടും ഒന്നും കേൾക്കാതിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ സത്യപ്രബോധകന്റെ ശബ്ദം ഇറങ്ങിച്ചെല്ലുന്നുമില്ല. ഇതെല്ലാം അവരുടെ ദുശ്ശാഠ്യത്തിന്റെയും പക്ഷപാതത്തിന്റെയും മരവിപ്പിന്റെയും പ്രകൃത്യായുള്ള ഫലം മാത്രമാണ്. ഷാഠ്യബുദ്ധികൾക്ക് നിഷ്പക്ഷമായും സത്യസന്ധമായും കാര്യങ്ങൾ ഗ്രഹിക്കാനാവില്ലെന്നതാണ് പ്രകൃതി നിയമം. സ്വന്തം അഭിലാഷങ്ങൾക്ക് നിരക്കാത്ത ഒരു സത്യവും പ്രവേശിക്കാത്ത വിധം അവരുടെ ഹൃദയം അടഞ്ഞുപോയിരിക്കും. ഇതേ സംഗതി നമ്മുടെ ഭാഷയിൽ വിവരിക്കുമ്പോൾ നാം പറയും, അവരുടെ ഹൃദയ കവാടം അടഞ്ഞിരിക്കുന്നുവെന്ന്. എന്നാൽ ഇതേ കാര്യം അല്ലാഹു വിവരിക്കുമ്പോൾ അവരുടെ ഹൃദയ കവാടം നാം അടച്ചുകളഞ്ഞിരിക്കുന്നുവെന്ന് പറയും. നാം സംഭവത്തിന്റെ ബാഹ്യരൂപം ചിത്രീകരിക്കുന്നു. അല്ലാഹുവാകട്ടെ സംഭവ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നു. വല്ലവരും സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ വിഡ്ഢികൾ പറയുക പതിവാണ്, എന്തൊന്നാണിതിൽ പുതുതായുള്ളത്? പണ്ടുമുതൽക്കേ നാം കേട്ടുകൊണ്ടിരിക്കുന്ന പഴംപുരാണം തന്നെ. ഇത് കേട്ടാൽ തോന്നും, ഒരു കാര്യം സത്യമാവുന്നതിന് പുതുമ അനിവാര്യമാണെന്നും പഴയതൊന്നും സത്യമാവാൻ വയ്യെന്നും. എന്നാൽ സത്യം എല്ലാ കാലത്തും ഒന്നു മാത്രമായിരുന്നു, എക്കാലത്തും ഒന്നു മാത്രമായിരിക്കുകയും ചെയ്യും. ദേവദത്തമായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന് സാൻമാർഗിക നേതൃത്വം നൽകാൻ ആഗതരായവരെല്ലാം പുരാതന കാലം മുതൽക്കേ ഒരേ സത്യമാണ് സമർപ്പിച്ചത്. ആ വിജ്ഞാന സാഗരത്തിൽ നിന്ന് കോരിയെടുത്ത് ലോകത്തിന് പകർന്നു കൊടുക്കുന്നവർ ഭാവിയിലും അതേ സത്യത്തെയാവും അവതരിപ്പിക്കുക. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനവെളിച്ചം തടയപ്പെട്ടവരും പ്രസ്തുത സനാതന സത്യം കാണാൻ ഭാഗ്യം സിദ്ധിക്കാത്തവരുമായ ആളുകളുണ്ടല്ലോ, അവർക്ക് മാത്രമേ സ്വന്തം മസ്തിഷ്ക നിർമ്മിതമായ പുതിയ സിദ്ധാന്തങ്ങൾ സത്യമെന്ന പേരിൽ സമർപ്പിക്കേണ്ടതുള്ളൂ. അവരുടെ വാദം ഒരുപക്ഷെ മുമ്പാരും ഉന്നയിച്ചിട്ടില്ലെന്ന് വരാം. എങ്കിൽ മാത്രമേ ലോക മാർക്കറ്റിൽ അത് ചെലവാകുകയുള്ളൂ. وهم ينهون عنه وينأون عنه وإن يهلكون إلا أنفسهم وما يشعرون. ഈ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അവർ ജനത്തെ തടയുന്നു, സ്വയം അതിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. ഈ ചെയ്തികളിലൂടെ നിങ്ങൾക്കെന്തോ നാശം വരുത്തുന്നുവെന്നത്രേ അവരുടെ ഭാവം. വാസ്തവത്തിലോ സ്വന്തം നാശത്തിനു തന്നെയാകുന്നു അവർ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ആ ബോധമില്ല. وَلَوْ تَرَى إِذْ وُقِفُوا عَلَى النَّارِ فَقَالُوا يَا لَيْتَنَا نُرَدُّ وَلَا نُكَذِّبَ بِآيَاتِ رَبِّنَا وَنَكُونَ مِنَ الْمُؤْمِنِينَ. കഷ്ടം, അവർ നരകത്തീരത്ത് നിർത്തപ്പെടുമ്പോഴുള്ള അവസ്ഥ നിനക്ക് കാണാൻ സാധിച്ചെങ്കിൽ ആ സന്ദർഭത്തിൽ വിലപിച്ചുകൊണ്ടിരിക്കും, ഹാ കഷ്ടം,
ഞങ്ങൾ ഇഹലോകത്തേക്ക് തിരിച്ചയക്കപ്പെടുന്നതിനും റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയാതിരിക്കുന്നതിനും സത്യവിശ്വാസികളിൽ പെട്ടുകിട്ടുന്നതിനും വല്ല നിവൃത്തിയുമുണ്ടായിരുന്നെങ്കിൽ ബൽ ബദാ ലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബ്ൽ വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. അവർ മൂടിവച്ചിരുന്ന യാഥാർത്ഥ്യം മറനീക്കി മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ തന്നെയാകുന്നു അവർ ഇவ்விധം കീഴേണ്ടി വരുന്നത്. എന്നാൽ പൂർവ്വജീവിതത്തിലേക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ നിരോധിക്കപ്പെട്ട അതേ സംഗതികളൊക്കെ തന്നെ അവർ വീണ്ടും അനുവർത്തിക്കുന്നതായിരിക്കും. അവർ കേവലം നുണയന്മാരാകുന്നു. ബുദ്ധിപരമായ തീരുമാനത്തിന്റെയും യഥാർത്ഥമായ ആശയ പരിവർത്തനത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതായിരിക്കില്ല അവരുടെ ഈ വിലാപം. സത്യം കൺമുമ്പിൽ കാണുമ്പോഴുണ്ടാകുന്ന ഒരു നിലവിളി മാത്രമായിരിക്കും അത്. ഇത്തരത്തിലുള്ള ഒരു അനുഭവമാകട്ടെ മുഴുത്ത സത്യനിഷേധിക്ക് പോലും നിരാകരിക്കാൻ ധൈര്യമുണ്ടാകില്ല. وقالوا إن هي إلا حياتنا الدنيا وما نحن بمبعوثين. അവരുടെ അന്നത്തെ ആഗ്രഹപ്രകടനത്തിലും പറയുന്നത് നുണ തന്നെയാണ്. ഇന്ന് അവർ പറയുന്നു, ജീവിതമെന്നാൽ നമ്മുടെ ഈ ഭൗതിക ജീവിതം മാത്രമേയുള്ളൂ. മരണാനന്തരം നാം ഒരിക്കലും പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്നില്ല. ولو ترى إذ وقفوا على ربهم قال أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون. കഷ്ടം, അവർ റബ്ബിന്റെ സമക്ഷത്തിൽ നിർത്തപ്പെടുന്ന രംഗം നിനക്ക് കാണാൻ സാധിച്ചെങ്കിൽ അന്നേരം റബ്ബ് അവരോട് ചോദിക്കും, ഇത് യാഥാർത്ഥ്യമല്ലയോ? അവർ പറയും, അതെ ഞങ്ങളുടെ റബ്ബേ, ഇത് യാഥാർത്ഥ്യം തന്നെയാകുന്നു. അപ്പോൾ അല്ലാഹു കൽപ്പിക്കും, ശരി, ഇനി നിങ്ങൾ സത്യനിഷേധത്തിന്റെ അനന്തരഫലമായ ശിക്ഷ രുചിച്ചുകൊള്ളുവിൻ. قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون. അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന കാര്യം കളവാക്കിയിട്ടുള്ളവർ തീർച്ചയായും നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു. പൊടുന്നനെ ആ സന്ദർഭം വന്നണയുമ്പോൾ അവർ വിലപിക്കും, ഹാ കഷ്ടം, ഈ കാര്യത്തിൽ എന്തൊരു വിഡ്ഢിത്തമാണ് നാം ചെയ്തത്. അപ്പോൾ അവർ മുതുകുകളിൽ സ്വന്തം പാപഭാരം പേറുന്നുണ്ടായിരിക്കും. നോക്കുക, എത്ര ദുഷിച്ച ഭാരമാണ് അവർ പേറുന്നത്. وَمَا الْحَيَاةُ الدُّنْيَا إِلَّا لَعِبٌ وَلَهْوٌ وَلَلدَّارُ الْآخِرَةُ خَيْرٌ لِّلَّذِينَ يَتَّقُونَ أَفَلَا تَعْقِلُونَ. ഭൗതിക ജീവിതം വെറും വിനോദവും തമാശയുമാകുന്നു. ജീവിതം പാഴായിപ്പോകരുതെന്നാഗ്രഹിക്കുന്നവർക്ക് പരലോക ഭവനം തന്നെയാകുന്നു അത്യുത്കൃഷ്ടമായിട്ടുള്ളത്. ഇനിയും നിങ്ങൾ കാര്യങ്ങൾ ബുദ്ധിപൂർവം മനസ്സിലാക്കുന്നില്ലയോ? ഭൗതിക ജീവിതം തീരെ കാര്യഗൗരവമില്ലാത്തതാണെന്നോ കേവലം കളിതമാശയ്ക്കായി ഉണ്ടാക്കപ്പെട്ടതാണെന്നോ അല്ല ഇപ്പറഞ്ഞതിന്റെ പൊരുൾ. ശാശ്വതമായ പാരത്രിക ജീവിതത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിതത്തിന്റെ അവസ്ഥ ഇതാണ്. ഒരാൾ സ്വൽപ്പനേരത്തെ വിനോദത്തിൽ ഉല്ലാസം അനുഭവിച്ച ശേഷം ഗൗരവമുള്ള സാക്ഷാൽ കാര്യങ്ങളിലേക്ക് മടങ്ങുന്നു. ഭൗതിക ജീവിതത്തെ കളിതമാശയായി ചിത്രീകരിക്കുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഇവിടെ യാഥാർത്ഥ്യം അവ്യക്തമായിരിക്കുകയാണ് എന്നുള്ളതിനാൽ ഉൾക്കാഴ്ചയില്ലാത്തവർ അബദ്ധധാരണകളിൽ പെട്ടുപോവാൻ ധാരാളം കാരണങ്ങളുണ്ട്. അങ്ങനെ പെട്ടുപോയതുകൊണ്ടാണ്
ചിലർ സ്വന്തം ജീവിതത്തെ കളിതമാശയാക്കി മാറ്റാനുള്ള വിചിത്ര കർമ്മനയം കൈക്കൊള്ളുന്നത്. ഉദാഹരണമായി, ഇവിടുത്തെ ഒരു രാജാവിന്റെ അവസ്ഥ നാടകശാലയിൽ രാജാവായി വേഷം കെട്ടുന്ന കൃത്രിമ രാജാവിന്റേതിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നതാണ് വാസ്തവം. അയാളും കിരീടം ധരിക്കുന്നു, രാജവാഴ്ച നടത്തുന്നു. ഇത് കാണുമ്പോൾ യഥാർത്ഥ രാജാവ് തന്നെയാണ് അതെന്ന് തോന്നും. വാസ്തവമോ, രാജത്വത്തിന്റെ ഗന്ധം പോലും അയാളെ സ്പർശിച്ചിട്ടില്ല. സംവിധായകന്റെ ഒരാംഗ്യം വരെയാണ് അയാളുടെ രാജത്വം. അതോടെ അയാൾ രാജസ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനാക്കപ്പെടുന്നു, ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെടുന്നു. ഇമാതിരി തമാശകൾ ലോകത്തെവിടെയും നമുക്ക് കാണാം. ചിലയിടത്ത് വല്ല വലിയന്റെയോ ദേവീദേവന്മാരുടെയോ ആസ്ഥാനത്തുനിന്ന് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അവിടെ ആവശ്യ നിർവഹണത്തിനുള്ള കഴിവിന്റെ കണിക പോലുമില്ല. ചിലയിടത്ത് അദൃശ്യജ്ഞാനത്തിന്റെ അത്ഭുത മഹാത്മ്യങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥമാകട്ടെ അവിടെ അദൃശ്യജ്ഞാനത്തിന്റെ ലാഞ്ചന പോലുമില്ല. ചിലയിടത്ത് ഒരുത്തൻ ജനങ്ങളുടെ അന്നദാതാവായി വാഴ്ത്തപ്പെടുന്നു. പരമാർത്ഥമാണെങ്കിൽ ആ പാവം തന്നെ ആഹാരത്തിന് അന്യനെ ആശ്രയിക്കുന്നുണ്ടാവും. ചിലയിടത്ത് ഒരാൾ ഉന്നതിയും നിന്ദ്യതയും നൽകുന്നവനായും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവുള്ളവനായും സ്വയം ധരിച്ചിരിക്കുന്നു. താനാണ് പരിസരവർത്തികളുടെ ദൈവമെന്ന ഭാവത്തിൽ തന്റെ മഹിമാപ്രഭാവങ്ങൾ പെരുമ്പറയടിക്കുകയും ചെയ്യുന്നു. വാസ്തവമോ, അടിമത്തത്തിന്റെയും ദൈന്യതയുടെയും പാട് അയാളുടെ നെറ്റിയിൽ പതിഞ്ഞിരിക്കുകയാണ്. വിധിയുടെ നേരിയൊരാഘാതം മതി ആ മഹിമാപ്രഭാവത്തിന്റെ ഉച്ചകോടിയിൽ നിന്ന് അവൻ തള്ളിമാറ്റപ്പെടാൻ. അതോടെ ഇന്നലെ വരെ താൻ ആധിപത്യം വാണിരുന്ന ജനങ്ങളുടെ പാദത്തിങ്കൽ അവൻ സാഷ്ടാംഗം നമിക്കുകയായി. ഇഹത്തിലെ സ്വൽപ്പ ദിവസങ്ങളിൽ മനുഷ്യൻ കളിക്കുന്ന കളികളാണിതെല്ലാം. മരണനിമിഷം ആസന്നമാകുന്നതോടെ പെട്ടെന്ന് ആ കളി അവസാനിക്കുന്നു. അനന്തരം ഇഹലോകത്തിന്റെ അതിർത്തിക്കപ്പുറം മറ്റൊരു ലോകത്ത് അവൻ എത്തിപ്പെടുന്നു. അവിടെ എല്ലാം തനി യാഥാർത്ഥ്യത്തിന് അനുസൃതമായിരിക്കും. ഐഹിക ജീവിതത്തിലെ എല്ലാ തെറ്റിദ്ധാരണകളും തൊലിയുരിച്ച് കാണിക്കപ്പെടും. തദവസരം ഓരോരുത്തനും തന്നോടൊപ്പം കൊണ്ടുവന്ന സത്യത്തിന്റെ അംശമെത്രയെന്ന് കാണുന്നതായിരിക്കും. അവിടെ സത്യത്തിന് മാത്രമേ വിലയും മൂല്യവും കൽപ്പിക്കപ്പെടുകയുള്ളൂ. وَمِنْهُمْ مَنْ يَسْتَمِعُ إِلَيْكَ وَجَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَنْ يَفْقَهُوا